Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് വിൻസ് എന്ന് പറയുന്ന ഭാഗമായിരിക്കും എടുത്തിട്ടുണ്ടാവും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ദ speed and the direction of the winds. Discuss the three factors affected the speed and the direction of the winds. Are you remember? എല്ലാരും കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? The important factors affected the speed and the direction of the winds ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. Which are the three factors? ഏതൊക്കെയായിരുന്നു ആ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ? ഏതായിരുന്നു? നിഹാല. Basically, three factors that affected the speed and the direction of the winds. ഏതൊക്കെയായിരുന്നു ആ മൂന്ന് ഘടകങ്ങൾ? നിഹാല കേട്ടില്ല? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും നോക്ക്. ഏതൊക്കെയായിരുന്നു മൂന്ന് ഘടകങ്ങൾ? ഏതൊക്കെയായിരുന്നു? കാറ്റിന്റെ സ്പീഡിനെയും അതിന്റെ ഡയറക്ഷനെയും സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നമുക്ക് ടൈം വളരെ കുറവാണ്. ഈ ചാപ്റ്റർ പരമാവധി ഇന്ന് തന്നെ നമുക്ക് തീർക്കണം. കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ഒന്ന് സ്പീഡിൽ നമുക്ക് പോകേണ്ടി വരും. ആരും കേൾക്കണില്ല? സൽവ, ഏതൊക്കെയായിരുന്നു ത്രീ ഫാക്ടേഴ്സ്? Pressure gradient, Coriolis force, friction. Coriolis force, then Friction. ഫ്രിക്ഷൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അതിന് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, പ്രഷർ ബെൽസ് ആൻഡ് വിൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവാം. അല്ലെങ്കിൽ നമ്മളെ ഈ ചാപ്റ്റർ ഒന്ന് തീർന്നു കിട്ടില്ല. ഇന്ന് തീരണം എന്ന് എന്തായിരുന്നാലും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു തുടങ്ങി വെച്ചിരുന്നു. വിൻസ്, വിവിധ തരത്തിലുള്ള വിൻഡുകൾ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാം. അതിനെ പലതരത്തിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്താറുണ്ട്. ബേസിക്കലി winds are divided into four divisions. അടിസ്ഥാനപരമായിട്ട് കാറ്റുകളെ നമുക്ക് നാലായിട്ട് തിരിക്കാം. പലതരത്തിൽ തിരിക്കാം. അടിസ്ഥാനപരമായിട്ട് നമ്മൾ നാലായിട്ട് ഇവിടെ വിഭജിച്ച് പഠിക്കുകയാണ്. ഫസ്റ്റ് ഈസ് ദ പ്ലാനറ്ററി വിൻസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പെട്ടെന്ന് എല്ലാം ഒന്നിച്ച് ഓർത്ത് വെക്കാൻ വേണ്ടി. പ്ലാനറ്ററി വിൻസ്. Then local winds. Local winds. പുസ്തകത്തിലെ ഉള്ള ഓർഡർ തന്നെ പോവാം നമുക്ക്. പുസ്തകത്തിലെ രണ്ടാമത് വരുന്നത് പീരിയോഡിക് വിൻസ്. Periodic winds. Then third one, local winds.
local winds. Then last one, variable winds. ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. സാധാരണഗതിയിൽ കാറ്റുകളെ നമുക്ക് നാലായിട്ട് തിരിക്കാം. പ്ലാനറ്ററി വിൻസ്, അഥവാ ആഗോളവാതങ്ങൾ. ദെൻ പീരിയോഡിക് വിൻസ്, കാലിക വാദങ്ങൾ അഥവാ ടൈമിനനുസരിച്ച് മാറുന്ന വാദങ്ങൾ, അല്ലെങ്കിൽ കാലത്തിൽ വർഷത്തിൽ തന്നെ വിവിധ ഡയറക്ഷനിലേക്ക് മാറുന്ന വിൻഡുകൾ വരാം നമുക്ക്. ദെൻ ലോക്കൽ വിൻസ്, പ്രാദേശിക വാദങ്ങൾ, വിവിധ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വിവിധ വൻകരകളിലോ ഒക്കെ വ്യത്യസ്തമായിട്ട് വീശുന്ന കാറ്റുകളാണ് എന്ത് നമ്മുടെ ലോക്കൽ വിൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, വേരിയബിൾ വിൻസ്. എന്താണ് വേരിയബിൾ വിൻസ്? പേര് പോലെ തന്നെ സ്ഥിരതയില്ലാത്ത വാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, എവിടെ എപ്പോ എങ്ങനെ എന്ന് വീശുമെന്നൊന്നും പറയാൻ പറ്റാത്ത, മുൻകൂട്ടി പറയാൻ പറ്റാത്ത, പല സമയത്തും പലയിടത്തും വീശാവുന്ന വിൻഡാണെന്ത് അസ്ഥിരവാദങ്ങൾ. അപ്പൊ ഇവിടെ നമ്മള് കുറച്ച് വേഗത്തിൽ പോകാന്ന് പറയുമ്പോൾ നിങ്ങള് അതിന് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെ ഒപ്പം കൂടുക. എല്ലാം നമ്മൾ ബോർഡിൽ വരച്ചു പോകുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. ചാപ്റ്റർ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ നമ്മൾ കുറെ വളരെ ലാഗ് ചെയ്ത് സാവധാനം എടുത്ത് പോന്നിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല നമ്മളെ ഇത് എടുത്തു കഴിയേണ്ട ടൈം ആയിട്ടുണ്ട് ശരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വളരെ സാവധാനം വിശദീകരിച്ച് എടുത്തു പോകാൻ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്ത് പോകാൻ പറ്റിയ സാധനമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണ്, അപ്പൊ അല്ലാതെ നമ്മൾ ബാക്കിലായിരുന്നു ചാപ്റ്റേഴ്സ്. അഥവാ ഇനി നമ്മള് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ അപ്പൊ നമ്മള് പിന്നെ വളരെ ഫാസ്റ്റ് അടിച്ചു പോകേണ്ടിരിക്കും. Then okay, now we discuss the different winds in the atmosphere. Then first one is the planetary winds. Planetary winds. അഥവാ ആഗോളവാതങ്ങൾ. എന്താണ് ആഗോളവാതങ്ങൾ? We discussed the different pressure belts in atmosphere. So there exists a difference in the pressure over different latitude or the latitudinal zones at the global level. നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, ഈ പ്രഷർ ബെൽറ്റുകള് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചില ആഗോളവാദങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ആ തരത്തിൽ the different latitudes, we see that the different pressure, these pressure differences lead to the formation of winds. Basically we discussed that basically the winds is the blow from the high pressure belt to the low pressure belt, അല്ലെങ്കിൽ high pressure region to the low pressure region. നമ്മളിവിടെ സാധാരണഗതിയിൽ എന്താണ് ആ വിൻഡ് എന്ന് പറയുന്നത്? എന്താണ്? The movement of the air from the high pressure region to the low pressure region. ഉയർന്ന മർദ്ദമുള്ള മേഖലയിൽ നിന്ന് ലോ പ്രഷർ ഉള്ള ഭാഗത്തേക്ക് വായു പ്രവഹിക്കുന്നതാണല്ലോ വിൻഡ് എന്ന് പറയുന്നത്. So we see that the different pressure belt exists at the different pressure level. വിവിധ പ്രഷർ ബെൽറ്റുകളിൽ വ്യത്യസ്തമായ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? The winds developed between the global pressure belt can be generally called the planetary winds. The high pressure, the air flow from the high pressure belt to the low pressure belt. This is due to the emergence and the development of the winds. These winds are generally known as the global planetary winds.
അപ്പൊ എന്താണ് പ്ലാനറ്ററി വിൻസ്? ദ പ്ലാനറ്ററി വിൻസ് ആർ ദ സം വിൻസ് that occurred the higher pressure belt to the lower pressure belt. അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഹയർ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് ലോവർ പ്രഷർ ബെൽറ്റുകളിലേക്ക് നിരന്തരം വീശിക്കൊണ്ടേയിരിക്കുന്ന കാറ്റുകളാണ് എന്ത് പ്ലാനറ്ററി വിൻസ് എന്നറിയപ്പെടുന്നത്. അഥവാ അതിന് ആഗോളവാദങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്തായിരിക്കും വൈ ഇറ്റ് കാൾഡ് ദ പ്ലാനറ്ററി വിൻസ്? എന്തുകൊണ്ടാണ് ഇതിനെ ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നത്? ഇത് അന്തരീക്ഷ മണ്ഡലത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലത്തെ എല്ലാ മേഖലകളിലും ഈ വിൻസ് നമുക്ക് കാണാം. അഥവാ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ലോ പ്രഷർ ബെൽറ്റുകളിലേക്ക് വീശുന്നതാണത്. അതിന് പ്രത്യേക രാജ്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ഭാഗങ്ങളോ ഇല്ല. അതുകൊണ്ടാണ് അതിനെ ഗ്ലോബൽ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കുക, വാട്ട് ഈസ് ദ പ്ലാനറ്ററി വിൻസ്? ദ പ്ലാനറ്ററി വിൻസ് ആർ ദ വിൻസ് ദാറ്റ് ഫ്ലോ ഫ്രം ദ ഹയർ പ്രഷർ ബെൽറ്റ് ടു ദ ലോവർ പ്രഷർ ബെൽറ്റ്. ഹയർ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് ലോവർ പ്രഷർ ബെൽറ്റുകളിലേക്ക് അടിച്ചു വീശുന്ന കാറ്റിനെയാണ് പ്ലാനറ്ററി വിൻസ് എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കട്ടെ, ബാക്കിയുള്ള വിൻസ് ഒക്കെ എവിടെയാണ് വീശുക? ഈ ഭാഗമില്ലാതെ പിന്നെ അന്തരീക്ഷത്തിൽ വേറെ ഭാഗം ഉണ്ടാവും. സംഗതി ഇവിടെയൊക്കെ തന്നെയാണ് വീശുക. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഒരേ ദിശയിൽ വീശിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഗ്ലോബൽ വിൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്. ദ പ്ലാനറ്ററി വിൻസ് ആർ ഇമ്പോർട്ടന്റ്ലി ഇൻക്ലൂഡഡ് ദ 3 types ഓഫ് ദ പ്ലാനറ്ററി വിൻസ്. നമ്മൾ നേരത്തെ പഠിച്ച ആഗോള മർദ്ദ മേഖലയിൽ നമ്മൾ നേരത്തെ പഠിച്ചു. ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും? ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. ഏത് മർദ്ദമേഖല സൂചിപ്പിക്കാനൊന്നും പോണില്ല, അതിൽ നമുക്ക് കാര്യമില്ല. മർദ്ദമേഖല നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ ആഗോള മർദ്ദ മേഖലകൾ പഠിച്ചു. എത്ര ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളാണുള്ളത്? അനിൽ, എത്ര ബെൽറ്റുകളാണുള്ളത്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എത്ര? 7. ഓക്കെ, ഈ 7 പ്രഷർ ബെൽറ്റുകളില് എത്ര ഹൈ പ്രഷർ ബെൽറ്റുകളാണുള്ളത്? എത്ര ലോ പ്രഷർ ബെൽറ്റുകളാണുള്ളത്? എത്ര ഹൈ പ്രഷർ ബെൽറ്റുകളാണുള്ളത്? ഹൈഫ എത്ര ഹൈ പ്രഷർ ബെൽറ്റുകളാണ്? ഹൈഫ കേൾക്കണില്ലേ? 7 ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളിൽ എത്ര ഹൈ പ്രഷർ ബെൽറ്റുകളും എത്ര ലോ പ്രഷർ ബെൽറ്റുകളാണ്? പെട്ടെന്ന് പറയാ. എന്തപ്പോ ഇങ്ങനെ ആലോചിക്കാനത്? ഇല്ലെങ്കിൽ എന്നാ ചിത്രം എടുത്ത് നോക്കുക. ഹൈഫ ക്ലാസ് കേൾക്കണില്ല. ഷെറീൻ പറഞ്ഞേ, ഫാത്തിമ ഷെറീൻ, എത്ര ഹൈ പ്രഷർ ബെൽറ്റുകളാ? എത്ര? കേട്ടില്ല, ഒന്നുകൂടി. 4 ഹൈ പ്രഷർ 4. ബെൽറ്റ്. 4 ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ എത്ര ലോ പ്രഷർ ബെൽറ്റ് ആയിരിക്കും? 3 ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇവിടെ നമ്മളെ ഹൈ പ്രഷർ ബെൽറ്റുകൾ ലോ പ്രഷർ ബെൽറ്റുകൾ ഒന്ന് നമ്മൾ വരച്ച് പഠിച്ചതാണ്. എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഒന്ന് ഭൂമധ്യരേഖയിലാണ് കാണപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തത് 2 അർദ്ധഗോളങ്ങളിലും എന്ത് എത്രയാണ്? 25-35 ലാറ്റിറ്റ്യൂഡുകൾക്ക് ഇടയിൽ കാണപ്പെടുന്ന പ്രഷർ ബെൽറ്റ്. പിന്നെ
അപ്പൊ ഏകദേശം ഓർത്തു വെക്കുക. ഈ പ്രഷർ ബെൽറ്റുകളില് കാണുന്ന പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 എണ്ണമാണ്. ഫസ്റ്റ് ഈസ് ദ ട്രേഡ് വിൻസ്. പ്ലാനറ്ററി വിൻസുകളില് ഒന്ന് ട്രേഡർ എന്താ ട്രേഡർ എന്താ കച്ചവടം, വാണിജ്യം. അപ്പൊ അതന്നെയാണ് അതിന്റെ പേര്. ട്രേഡ് വിൻസ് എന്ന് പറഞ്ഞാൽ വാണിജ്യവാദങ്ങൾ എന്ന് തന്നെയാണ് അതിന്റെ പേര്, വാണിജ്യവാദങ്ങൾ. സെക്കൻഡ് വൺ വെസ്റ്റർലീസ്. Then polar easterlies. Polar easterlies. ഇങ്ങനെ 3 പ്ലാനറ്ററി വിൻസുകളാണ് നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത്. അവിടെ വളരെ വേഗത്തിൽ നമുക്കത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് വൺ ഇതാ ട്രേഡ് വിൻസ്. പേജ് നമ്പർ 28 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആൻഡ് ദ പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്ന ഒരു ചിത്രം കാണാം. ഞാനിവിടെ വരയ്ക്കാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് 28 പേജിൽ കാണാം. അതൊന്ന് നോക്കാം. അപ്പൊ വളരെ വേഗത്തിൽ പരിപാടി കഴിയും. എന്നാൽ നമുക്ക് സ്പീഡ് പോകാൻ പറ്റും. എന്താണ് അവിടെ ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്? അവിടെ മാർക്ക് ചെയ്ത് കാണാം. ട്രേഡ് വിൻഡുകൾ 2 തരത്തിൽ കാണാം. ഓൺ ദ ബേസ് ഓഫ് ദ ലൊക്കേഷൻ. നമ്മൾ പറഞ്ഞു വിൻഡിന്റെ പേരുകൾ പൊതുവെ എന്താണ്, അതിന്റെ ലൊക്കേഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അത് എവിടെ നിന്ന് വീശുന്നു അതിന്റെ ഭാഗം, അതിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ടാണ് സാധാരണ വിൻഡിന് പേര് കൊടുക്കാറുള്ളത്. അപ്പൊ അതില് നിങ്ങൾക്ക് ട്രേഡ് വിൻഡുകൾ 2 എണ്ണം കാണാം. എവിടെ? നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ നോർത്തിലും സൗത്തിലുമായിട്ട്. ഏതാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്? ഇതല്ലേ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ നോർത്തിലും സൗത്തിലുമായിട്ട് എന്ത് കാണാം? ട്രേഡ് വിൻഡുകളുടെ മാർക്കിംഗ് കൊടുക്കുന്നത് കാണാം. ഇങ്ങനെ കണ്ടോ? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ, നോർത്ത് ഈസ്റ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയാൻ കാരണം പറഞ്ഞു? വൈ ഇറ്റ് ഈസ് കാൾഡ് ദ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. എന്തുകൊണ്ടാണ് ഇതിനെ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം? What is the trade winds? The trade winds are the block continuously towards the equatorial low pressure belt. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് എവിടെ നിന്നാണ് ഇത് അടിച്ചു വീശുന്നത്? എവിടുന്നാണ്? ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇൻ ദ ബോത്ത് ഹെമിസ്ഫിയർ. ബോത്ത് കമ്മിങ് ഫ്രം, ശ്രദ്ധിക്കുക, ഈസ്റ്റ് വെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇത് ഈസ്റ്റ് ആണ്. അപ്പൊ പിന്നെ ഇത് വെസ്റ്റ് ആയിരിക്കും. ഇത് നോർത്ത് ആയതുകൊണ്ട് ഇത് സൗത്ത് ആയിരിക്കും. അല്ലേ? അപ്പൊ ഞാൻ അത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു. ഇനി വാട്ട് ഇസ് ദ ട്രേഡ് വിൻസ്? ദ ട്രേഡ് വിൻസ് ആർ ദ കണ്ടിന്യൂസ് വിൻസ് ദാറ്റ് blow from the subtropical high pressure belt. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. എവിടെ? സൗത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. അപ്പൊ these winds are blow from the subtropical high pressure belt both the hemisphere to the equatorial low pressure belt. അഥവാ 2 ഹെമിസ്ഫിയറിലും, അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും, അഥവാ ഉത്തര അർദ്ധഗോളത്തിലും ദക്ഷിണ അർദ്ധഗോളത്തിലും 2 ഭാഗത്തും നമുക്ക് എന്തുണ്ട്? 2 സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകൾ ഉണ്ട്. ഇതാണ് ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അഥവാ ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഇത് സൗത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ 2 ഹെമിസ്ഫിയറിൽ നിന്ന്, അഥവാ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് എങ്ങോട്ടാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് എന്ത് ട്രേഡ് വിൻസ് എന്നറിയപ്പെടുന്നത്. സോ ഇതിന്റെ ലൊക്കേഷൻ കാരണം ഇതിനെ നമുക്ക് 2 പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? ഒന്ന് എന്താണ്?
ആ ചിത്രത്തേക്ക് ശ്രദ്ധിക്കുക. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. എന്താ കാര്യം? എന്താ കാര്യം? ഇത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. നോർത്ത് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈസ്റ്റ് ഞാൻ അതിന്റെ ലൊക്കേഷൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ലൊക്കേഷൻ ആയിരിക്കും. അതോ ഉണ്ടല്ലോ, ഈ മേഖലയാണ് നോർത്ത് ഈസ്റ്റ്. നോർത്ത് വെസ്റ്റ് എവിടേക്കാണ്? നോർത്ത് വെസ്റ്റ്, വെസ്റ്റ് ഇവിടെയാണ്, നോർത്ത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ നോർത്ത് വെസ്റ്റ്. ഇത് ഈസ്റ്റ് ഇവിടെയാണ്, സൗത്ത് ഇവിടെ, അപ്പൊ സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഇവിടെയാണ്, വെസ്റ്റ് ഇവിടെയാണ്, അപ്പൊ ഈ ഭാഗം സൗത്ത് വെസ്റ്റ്. അത് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ മാത്രമല്ല, ജോഗ്രഫിയിൽ നമ്മള് എന്താണ് ലൊക്കേഷൻ പറയുന്ന സമയത്തൊക്കെ നോർത്തും ഈസ്റ്റും മാത്രമായിരിക്കില്ല പറയാ. നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, പിന്നെ വെസ്റ്റ് ഈസ്റ്റ് ഒക്കെ പറയും. അതുപോലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താണ്, ദ നോർത്ത് ഈസ്റ്റ് ട്രേഡ് മീൻസ് ദാറ്റ് ബിഗിൻസ് ഫ്രം ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ കോണ്ടിനെന്റ്. നമ്മുടെ പിന്നെ വൻകരയുടെ ഏത് ഭാഗത്തു നിന്നാണ്? ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്നാണ് ഇത് വരുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് എന്ത്, നോർത്തേൺ ഹെമിസ്ഫിയറിലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അങ്ങനെയാണെങ്കിൽ കാറ്റ് വീശേണ്ടത് ഇങ്ങനെയല്ലേ? അഥവാ ഈ ഹൈ പ്രഷർ ബെൽറ്റിന് നേരെ ഇങ്ങനെയാണല്ലോ കാറ്റ് വീശേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് അപ്പോ നോർത്തേൺ ട്രേഡ് വിൻഡ് എന്നാണ് അങ്ങനെയാണെങ്കിൽ പേര് വരേണ്ടത്? പക്ഷെ എന്തുകൊണ്ടാണ് ഈ കാറ്റിന് ദിശാ വ്യതിയാനം ഉണ്ടാവുന്നത്? യെസ്, എന്താ കാരണം? എന്താണ് കാരണം? ഓക്കെ, കോറിയോലിസ് വോയിസ്. എന്താ കോറിയോലിസ് വോയിസ് എന്ന് പറയുന്നത്? അപ്പൊ നേരത്തെ പഠിച്ചതൊന്നുകൂടി റിമൈൻഡ് ചെയ്യണം. വാട്ട് ഈസ് കോറിയോലിസ് വോയിസ്? എന്താണ് കോറിയോലിസ് വോയിസ്? എ ഫ്രീലി മൂവിംഗ് ബോഡീസ് that deflected to the right in the northern hemisphere. അന്തരീക്ഷത്തിലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അതിന്റെ സഞ്ചാര ദിശ, ഇവിടെ ശ്രദ്ധിക്കട്ടെ, സഞ്ചാര ദിശ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ സഞ്ചാര ദിശയുടെ റൈറ്റ് സൈഡിലേക്കാണ് വലതു ഭാഗം. അവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ അതിന്റെ വലതു ഭാഗം എങ്ങോട്ടാണ്? ഭാഗമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നു. എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. എന്നാലത് ഇത് മാത്രം എടുത്തിട്ടൊക്കെ ചോദിക്കും. ഓരോ വിൻഡ് മാത്രം എടുത്തിട്ട് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോന്നിന്റെയും കാരണം ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാം. മനസ്സിലാവാത്തവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. മനസ്സിലായവർക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം, ഓർക്കുക. അപ്പൊ എന്താ പറഞ്ഞു? ട്രേഡ് വിൻഡ്സ്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയാൻ കാരണം നോർത്ത് ഈസ്റ്റിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ മാറാനുള്ള കാരണം എന്താണ്? കോറിയോലിസ് വോയിസ് ആണ്. ബിക്കോസ് ഫ്രീലി മൂവിംഗ് ബോഡീസ് ദാറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ മൂവിംഗ് പാത്ത്. അതിന്റെ സഞ്ചാര ദിശയുടെ വലത് ഭാഗത്തേക്ക് ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് സംഭവിക്കുന്നു? പിന്നെ ദിശാമാറ്റം സംഭവിക്കുന്നു എന്ന് പറയുന്ന കോറിയോലിസ് വോയിസ് ആണ് കാരണം. അപ്പൊ അതുകൊണ്ട് ഇത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നായി. ഇനി നേരെ ഇപ്പുറത്ത് അഥവാ സൗത്തേൺ ഹെമിസ്ഫിയറിൽ സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഏതടിച്ചു വീശുന്നു? ഇതേ ട്രേഡ് വിൻഡ് അടിച്ചു വീശുന്നു. ആ ട്രേഡ് വിൻഡ് അടിച്ചു വീശുന്നത് എങ്ങോട്ടാണ്? ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് വീശേണ്ടത്. സത്യത്തിൽ ഇത് ഇങ്ങനെയാണ് വീശേണ്ടിയിരുന്നത്. ബട്ട് നേരത്തെ പറഞ്ഞ കോറിയോലിസ് വോയിസ് കാരണം എന്ത് സംഭവിക്കുന്നു? കോറിയോലിസ് വോയിസ് കാരണം ഈ വിൻഡിന് ഇതിന്റെ ഇടതുവശം, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്, ഇതിന്റെ ഇടതുവശം എത്തിച്ചാൽ മതി. ഇടതുവശം ഈ ഭാഗമായിരിക്കും. അഥവാ ഇടതുവശത്തേക്ക് ടിസ്റ്റ് വരുന്നു, അഥവാ അതിന്റെ ദിശ ഇങ്ങനെയാവുന്നു. ഇങ്ങനെ ദിശയാണെങ്കിൽ ഈ വിൻഡിന് എന്ത് പേരാണ് പറയേണ്ടത്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. ബിക്കോസ് ഇതാണ് സൗത്ത് ഈസ്റ്റ്.
സൗത്ത് ഈസ്റ്റേൺ ഭാഗത്ത് നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നു? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് പറയുന്നു. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. ട്രേഡ് വിൻസ് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഓർക്കേണ്ട രണ്ട് കാര്യം. ഒന്നെന്താണ്? ദ ട്രേഡ് വിൻസ് ആർ continuously blow from the subtropical high pressure belt to the equatorial low pressure belt. The northern hemisphere, this is known as the northeast trade winds. Same time the southern hemisphere, it is known as the southeast trade winds. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഈ രണ്ട് ട്രേഡ് വിൻഡുകളും വീശി വരുന്നത് എങ്ങോട്ടാണ്? ഇക്വറ്റോറിയൽ സോണിലേക്കാണ് വീശി വരുന്നത്. സ്വാഭാവികമായിട്ട് ഇത് രണ്ടും വീശി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് രണ്ടും എതിർ ദിശയിൽ വരികയാണ്. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു ഏരിയ വരുന്നുണ്ടാവും സ്വാഭാവികമായി. ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്? The equatorial low pressure zone, where the trade winds from the both hemisphere coverage is converge is known as the intertropical convergent zone. ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ ഷോർട്ട് ഫോം ഇന്റർട്രോപ്പിക്കൽ, അഥവാ ഈ മധ്യത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ ഏരിയ, അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്റർട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ. ഒന്നുമില്ല, സത്യാണ്. ഇന്റർട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർട്രോപ്പിക്കൽ രണ്ടും കൂടി, എന്താണ്? ട്രോപ്പിക്കലിൽ നിന്ന് വരുന്ന രണ്ട് വിൻഡുകളും കൂടി എന്ത് ചെയ്യുന്നു? കൺവർജന്റ് സോൺ. രണ്ടും കൂടി സമന്വയിക്കുന്ന, സംക്രമിക്കുന്ന മേഖല എന്നാണ് അതിന്റെ അർത്ഥം. അതിനാണ് അതിന്റെ പേര്, അഥവാ ഇന്റർ ട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. അഥവാ ഈ രണ്ട് വിൻഡുകളും തമ്മിൽ വന്നിട്ട് മെർജ് ചെയ്യുന്ന, രണ്ടും കൺവേർജ് ചെയ്യുന്ന മേഖലയെ ഇന്റർ ട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ എന്നറിയപ്പെടുന്നു. അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് മലയാളത്തിൽ പറയും. ഇന്റർ ട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത്രയും അവിടെ ഓർത്തു വെക്കുക. ദെൻ ആണ് നമ്മൾ നെക്സ്റ്റ്. അപ്പൊ ഇന്റർ ട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ഈ രണ്ട് ട്രേഡ് വിൻഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്ന, രണ്ടും കൂട്ടിമുട്ടുന്ന ഏരിയ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രേഡ് വിൻസ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയ നമ്മള് എന്താണ്, നമ്മുടെ പദ്ധതി പാളും. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്പീഡ് പോകാം. ദെൻ സെക്കൻഡ്, രണ്ടാമത്തേത് വെസ്റ്റർലീസ്. ട്രേഡ് വിൻഡുകള് രണ്ടാമത്തെ പ്ലാനറ്ററി വിൻസ് ആണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. വെസ്റ്റർലീസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ്. ആ ടേം ശ്രദ്ധിക്കാം. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, പശ്ചിമവാദങ്ങൾ എന്നാണ് അതിന്റെ ഉദ്ദേശം. പശ്ചിമവാദങ്ങൾ, പേര് പശ്ചിമവാദങ്ങൾ എന്നായതുകൊണ്ട് ഇത് എവിടുന്ന് വീശുന്നതായിരിക്കും? വെസ്റ്റിൽ നിന്ന് വീശുന്നതാണ്, അഥവാ പടിഞ്ഞാറ് നിന്ന് വീശുന്നതാണ്. ഏതാണ്? നമ്മൾ ആ ചിത്രത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോവുക, അഥവാ 2.9 എന്ന് പറയുന്ന പിക്ചർ തന്നെ ഒന്നുകൂടി നോക്കുക. അവിടെ നിങ്ങള് ഇതിന്റെ തൊട്ട് താഴെ, അഥവാ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ നോർത്തേൺ സൈഡിലും ഈസ്റ്റേൺ സൈഡിലും നിങ്ങൾക്ക് എന്ത് കാണാം? ഇവിടെ വെസ്റ്റർലീസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അവിടെ ശ്രദ്ധിക്കുക. വെസ്റ്റർലീസ് വെസ്റ്റിൽ നിന്നായിരിക്കും വീശുക. അതുകൊണ്ട് ഇതിന്റെ ദിശ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ആയതിന് കാരണം ഇനി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെയും എവിടെ നിന്നാണ് വീശേണ്ടത്? വെസ്റ്റിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ദിശ ഇങ്ങനെയായിരിക്കും. അപ്പൊ എവിടെ നിന്നാണ് വെസ്റ്റർലീസ് വീശുന്നത്? ഏത് ട്രോപ്പിക്കൽ സോണിൽ നിന്നാണ് വീശുന്നത്? എവിടെ നിന്നാണ്? The westerlies blows from the subtropical high pressure belt to എങ്ങോട്ടാണ്?
സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്? എങ്ങോട്ടാണ്? ടു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. ഓക്കെ, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നാണ് ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുക. ഇനി ഇവിടെ എന്താ സംഭവം? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് വെസ്റ്റർലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ബിക്കോസ് രണ്ടും ഇത് വെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അഥവാ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ശരിക്കും എങ്ങനെയാണ് വീശേണ്ടത്? ശരിക്കും ഇങ്ങനെയായിരുന്നു വീശേണ്ടിയിരുന്നത്. അഥവാ ഈ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ലോ പ്രഷർ ബെൽറ്റിലേക്ക് ഇങ്ങനെയാണ് വീശേണ്ടത്. പക്ഷെ എന്താണ്? ഓൺ ദ ബേസ് ഓഫ് ദ കോറിയോലിസ് ഫോഴ്സ് can bear this attention to the right hand side. അഥവാ കോറിയോലിസ് ഫോഴ്സ് കാരണം ഇത് കുറച്ച് ഇങ്ങോട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു. ഇവിടെ കോറിയോലിസ് ഫോഴ്സ് കാരണം കുറച്ച് ലെഫ്റ്റിലേക്ക്, അഥവാ സഞ്ചാര ദിശയുടെ ഓക്കെ വെസ്റ്റർലീസ്. അപ്പോ the westerlies are the winds that blow from the subtropical high pressure belt to subpolar low pressure belt. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റുകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് എന്ത് വെസ്റ്റർലീസ്. വെസ്റ്റിൽ നിന്നായതുകൊണ്ട് വെസ്റ്റർലീസ് എന്നറിയപ്പെട്ടു. വേറെ കാരണമൊന്നുമില്ല. കോറിയോലിസ് പ്രഭാവം കാരണം ഡയറക്ഷൻ എങ്ങനെ അനുഭവപ്പെടുന്നു? വെസ്റ്റർലീസ് അഥവാ വെസ്റ്റിൽ നിന്നായിട്ട് അനുഭവപ്പെടുന്നു. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കാം. ജനറലി the westerlies are stronger in southern hemisphere because this area are most of the oceans, so the westerlies stronger in the southern hemisphere than the northern hemisphere. അഥവാ വടക്കൻ അർദ്ധഗോളത്തിൽ അഥവാ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലേക്കാൾ സാധാരണഗതിയിൽ വെസ്റ്റർലീസ് ശക്തിയായിട്ട് അല്ലെങ്കിൽ സ്പീഡ് ഹൈ വേഗതയിൽ വീശുന്നത് എവിടെയാണ്? സൗത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ ഏതൊക്കെ കടലുകൾ? ഇവിടെ ഫുൾ ഓഷ്യൻ മേഖലയാണ് അല്ലേ? ഈ ഏരിയ ഫുൾ ഓഷ്യൻ അല്ലേ? ഓഷ്യൻ അല്ലേ? ഈ മേഖല മൊത്തം ഓഷ്യൻസ് കിടക്കുകയാണ്. അഥവാ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, അപ്പുറത്ത് പസഫിക് ഉണ്ട്, അറ്റ്ലാന്റിക് ഉണ്ട്, അങ്ങനെ ഓഷ്യൻ ഏരിയ ആണ്. സോ വെസ്റ്റർലീസ് ആർ ദ സ്ട്രോങ്ങർ ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ ദാൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ദിസ് ഈസ് ഡ്യൂ ടു ദ വാസ്റ്റ് എക്സ്പാൻഷൻ ഓഷ്യൻ ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. അത് കഴിഞ്ഞതല്ല, ലിങ്ക് കേടുന്നത്. അപ്പൊ വേറെ ലിങ്ക് അയച്ചു. ആരാണ് സംസാരിക്കുന്നത്? യെസ്. അപ്പൊ അത്രയാണ് എന്റെ വെസ്റ്റർലീസുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനി മൂന്നാമത്തെ തേർഡ് വൺ പോളാർ ഈസ്റ്റർലീസ്. അഥവാ നമ്മൾ പ്ലാനറ്ററി വിൻസ് ആണ് പറഞ്ഞു വന്നിരുന്നത്. പ്ലാനറ്ററി വിൻസിൽ മൂന്നാമത്തേത് ആൾക്കാര് ക്ലാസ് തുടങ്ങി പറഞ്ഞിട്ടില്ലേ? അവിടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നുണ്ടല്ലോ. ലിസൺ. Then polar easterlies. Polar easterlies എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ധ്രുവീയ ഈസ്റ്റർലീസ്. നേരത്തെ പറഞ്ഞത് എന്താണ്? വെസ്റ്റർലീസ്. അപ്പൊ പശ്ചിമവാദങ്ങൾ. ഈസ്റ്റർലീസ് പറയുമ്പോൾ പൂർവ്വവാദങ്ങൾ. നമ്മളെ പൂർവ്വ പ്രദേശങ്ങൾ എന്ന് പറയുന്നതാണ്. സാധാരണ നമ്മൾ ഈസ്റ്റിന് പൂർവം എന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ധ്രുവീയവാദങ്ങൾ അഥവാ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. പോളാർ ഈസ്റ്റർലീസ് എന്ന് പേരുള്ളത് കൊണ്ട് തന്നെ എവിടെ നിന്നാണ് അത് വീശുന്നത് എന്ന് നോക്കാം. എവിടെന്നാ വീശുന്നത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് ശ്രദ്ധിക്കുക. പോളാർ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് എങ്ങോട്ട്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റുകളിലേക്കാണ് വീശുന്നത്. അപ്പൊ ഈ വീശുന്ന കാറ്റുകൾ എന്തായിരിക്കും കാരണം?
ഈ ഉപോഷ്ണ മേഖലയിലേക്കാണ് വീശുന്നത്. എന്നാൽ ഇതിന്റെ ദിശ എങ്ങനെയാണ്? ഈസ്റ്റിൽ നിന്നാണ്, അഥവാ ഈസ്റ്റേൺ ഭാഗത്ത് നിന്നാണ് കാണപ്പെടുന്നത്. ഇവിടെ രണ്ട് ഘടകങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റിൽ നിന്നുള്ള വരുവിനെ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കോറിയോലിസ് പ്രഭാവം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശക്തമായ എന്ത് പിന്നെ നമ്മുടെ ഭ്രമണത്തിന്റെ സ്വാധീനവും കൂടുതൽ കാണുന്ന പ്രദേശമാണ്. അപ്പൊ ഏതായിരുന്നാലും ഓർത്തു വെക്കുക, പോളാർ ഈസ്റ്റർലീസ് ഫ്ലോ ഫ്രം ദ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അത് ഈസ്റ്റിൽ നിന്ന്, ഈസ്റ്റേൺ ഭാഗത്ത് നിന്ന് ടേൺ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഈസ്റ്റർലീസ് അഥവാ പോളാർ ഈസ്റ്റർലീസ് എന്ന് പറയുന്നു. ഇവിടെ എങ്ങനെയായിരിക്കും അതിന്റെ ദിശ? ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ ഇങ്ങനെയായിരിക്കും, അഥവാ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് വീശുന്നത്. രണ്ട് ഹെമിസ്ഫിയറിലും ഇത് അനുഭവപ്പെടുന്നു. അവിടെ കോറിയോലിസ് പ്രഭാവം കാരണം എന്ത്? അത് പൂർവ്വ ദിശയിൽ നിന്നാണ് വീശിയടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വന്നൊരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് ഓർമ്മ ഉണ്ടല്ലോ. എന്താണ്? പിന്നെ വെസ്റ്റർലീസ് പറഞ്ഞ സമയത്ത് വെസ്റ്റർലീസ് നമ്മൾ പറഞ്ഞു എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിനേക്കാൾ സൗത്തേൺ ഹെമിസ്ഫിയറിലെ അതിന് ശക്തി കൂടുതലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഏകദേശം 40 ലാറ്റിറ്റ്യൂഡ്സ്, അതുപോലെ 50 ലാറ്റിറ്റ്യൂഡ്സ്, അതുപോലെ തന്നെ 60 ലാറ്റിറ്റ്യൂഡ്സ് തുടങ്ങിയ മേഖലകളിൽ അതിശക്തമായിട്ട് വീശുന്ന ഈ കാറ്റുകളെ പണ്ട് കാലത്ത് ഈ കച്ചവടക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞതിന് വെസ്റ്റർലീസ്, പണ്ട് കാലത്ത് കച്ചവടക്കാർ അതിനെ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ട്രൈക്കിംഗ് 60s എന്നൊക്കെ പേര് വിളിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിച്ചിരുന്നു. ആ പേരുകൾ നോക്കുക. റോറിംഗ് 40s എന്ന് പറയാൻ കാരണം വേറൊന്നുമില്ല, അഥവാ 40 ലാറ്റിറ്റ്യൂഡിലാണ് അത് വീശുന്നത്, അതുകൊണ്ട് തന്നെ റോറിംഗ് 40s എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ 15 അക്ഷാംശങ്ങളിലാവുമ്പോൾ, അല്ലെങ്കിൽ 15 ലാറ്റിറ്റ്യൂഡിലാവുമ്പോൾ അതിനെ ഫ്യൂരിയസ് 50s എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് 60s എന്ന് 60 ലാറ്റിറ്റ്യൂഡിൽ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ പേരുകളിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വിൻഡ് ഏതാണ്? വെസ്റ്റർലീസ് ആണ് എന്നൊന്ന് ഓർത്തു വെക്കുക കേട്ടാ. വെസ്റ്റർലീസ് ആണ് ആ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ പ്ലാനറ്ററി വിൻഡ്സ് ഡിസ്കഷൻ നമുക്ക് ഇവിടെ നിർത്താം. അതിനിടയിൽ ഇപ്പൊ ഒരു കട്ടിങ്ങും എല്ലാം കൂടി ആയിട്ട് ടൈം കുറച്ച് അങ്ങനെയും പോയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഇത് വേഗത്തില് മനസ്സിലാക്കാവുന്ന സാധനമാണ്. ആ പുസ്തകത്തിലുള്ള മാപ്പ് ശരിക്കൊന്ന് വായിക്കുക, ഒന്ന് ശരിക്കൊന്ന് നോക്കുക, അതുപോലെ തന്നെ അതിന്റെ കുറിപ്പൊന്ന് വായിക്കുക. എന്നാൽ അത്ര വലിയ പ്രയാസമൊന്നുമില്ല അത് ഓർത്തു വെക്കാൻ. ഓക്കെ, പ്ലാനറ്ററി വിൻഡ്സ് ആണ് അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. എന്താ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി വിൻഡ്സ്? എന്താണ് പീരിയോഡിക് വിൻഡ്സ്? ഇത് പ്രഷർ ബെൽറ്റുകളിൽ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്നാൽ പീരിയോഡിക് വിൻഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തായാലും പറയാം, കാലികവാദങ്ങൾ. പീരിയോഡിക് വിൻഡ്സ് കാലികവാദങ്ങൾ ടൈമിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വർഷത്തിൽ തന്നെ വിവിധ തരത്തിൽ വീശുന്ന കാറ്റുകളെയാണ് എന്തു പറയുന്നത്? പീരിയോഡിക് വിൻഡ്സ് എന്ന് പറയുന്നത്. പുസ്തകത്തിൽ പീരിയോഡിക് വിൻഡ്സ് തന്നെയല്ലേ നെക്സ്റ്റ് വരുന്നത്? ആണ്. അപ്പൊ അതേ ഓർഡർ തന്നെ പോയിക്കോട്ടെ. ഇവിടെ പീരിയോഡിക് വിൻഡ്സിന് 3 എക്സാമ്പിൾസ് ആണ് കൊടുത്തത്. ഒന്ന് മൺസൂൺ വിൻഡ്സ്. പീരിയോഡിക് വിൻഡ്സിന് 3 എക്സാമ്പിൾസ് ആണ് കൊടുത്തത്. ഒന്ന് മൺസൂൺ,
മൺസൂൺ, നിങ്ങൾ കേട്ടത് തന്നെയാണ് മൺസൂൺ. ദെൻ അതുപോലെ തന്നെ മറ്റൊന്ന്, പിന്നെ ഒരു ഉദാഹരണം കൊടുത്തത് ലാൻഡ് ബ്രീസും സീ ബ്രീസും. സീ ബ്രീസ് കടൽക്കാറ്റും കരക്കാറ്റും. ലാൻഡ് ബ്രീസ് ആണ് കരക്കാറ്റ്, സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ കടൽക്കാറ്റ്. പിന്നെ മറ്റൊന്ന് ഉദാഹരണത്തിന് കൊടുത്തത് മൗണ്ടെയിൻ ബ്രീസും അതുപോലെ തന്നെ വാലി ബ്രീസ്. മൗണ്ടൻ ബ്രീസ്. അവിടെ 3 എക്സാമ്പിൾ ആണ് കൊടുത്തത്. പീരിയഡിക് വിൻസ്, അതിന് മൺസൂൺ വിൻസുകൾ കൊടുത്തിട്ടുണ്ട് 2 എണ്ണം. അതുപോലെ തന്നെ ലാൻഡ് ബ്രീസ്, മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. ഇനി പീരിയോഡിക് എന്ന് പറയുമ്പോൾ തന്നെ പീരിയോഡിക് വിൻസ് ആർ ദ വിൻസ് റിപ്പീറ്റഡ് ദ റെഗുലർ ഇന്റർവെൽസ് ഓഫ് ദ ടൈം ആൻഡ് ക്യാൻ ബി സീസണൽ ഓർ ദ ഡ്യൂറണൽ. അഥവാ വിവിധ കാലങ്ങളിൽ വിവിധ സമയങ്ങളിൽ, ചിലത് കാലങ്ങളിലാവാം, ഒരു വർഷത്തിലെ തന്നെ വിവിധ കാലങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് മാറി മാറി വരുന്ന കാറ്റുകളാവാം, അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാറ്റുകളാവാം. ഈ തരത്തിലുള്ള കാറ്റുകളാണ് പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മൺസൂൺ വിൻസുകളാണ്. മൺസൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ കേരളക്കാർക്ക് മൺസൂണിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വർഷക്കാലം മഴയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു മൺസൂൺ കഴിഞ്ഞ് നെക്സ്റ്റ് മൺസൂണിന്റെ ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അടുത്ത ഘട്ടം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നു ദ മൺസൂൺ ഇസ് എ ടേം derived ഫ്രം ദ അറബ് വേർഡ്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. മൗസം അല്ലെങ്കിൽ മൗസിം. മൗസം എന്നോ മൗസിം എന്നോ പറയുന്ന ഒരു അറബി ടേമിൽ നിന്നാണ് എന്ത് മൺസൂൺ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. കാരണം ഈ കാറ്റുകൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത് ചില അറബ് സഞ്ചാരികളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ തരത്തിലാണ് ഇതിനെ മൺസൂൺ എന്ന പേര് പിൽക്കാലത്ത് വിളിക്കുന്നത്. അഥവാ യഥാർത്ഥത്തിൽ എന്താണ് മൺസൂൺ? മൺസൂൺ ഇസ് ദ സീസണൽ റിവേഴ്സൽ ഓഫ് ദ വിൻഡ് ഇൻ എ ഇയർ. മൺസൂൺ എന്ന് പറയുന്നത് ഇസ് എ സീസണൽ റിവേഴ്സൽ ഓഫ് ദ വിൻഡ് ഇൻ എ ഇയർ. ഒരേ വർഷത്തിൽ തന്നെ 2 ദിശ മാറി അല്ലെങ്കിൽ ദിശ വിപരീതമാകുന്ന ഒരു പ്രതിഭാസമാണ് അല്ലെങ്കിൽ കാറ്റാണ് എന്ത് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പല ഘടകങ്ങളും തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. എന്തൊക്കെയാണ്? ദ അപ്പാരന്റ് മൂവ്മെന്റ്സ് ഓഫ് ദ സൺ, കോറിയോലിസ് ഫയർ, ഡിഫറൻസ് ഇൻ ദ ഹീറ്റിംഗ്. സാധാരണ ഉള്ള ഘടകങ്ങൾ തന്നെയാണ്. അഥവാ ഇവിടെ സൂര്യന്റെ അയനം അപ്പാരൻസ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്, കോറിയോലിസ് വോയിസ് സ്വാധീനിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഹീറ്റിലുള്ള വ്യത്യാസം, താപത്തിലുള്ള വ്യത്യാസവും സ്വാധീനിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് മൺസൂണിനെയും സ്വാധീനിക്കുന്നത്. ശ്രദ്ധിച്ചു വെക്കുക. അപ്പാരൻസ് മൂവ്മെന്റ്സ് ഓഫ് ദ സൺ ആൻഡ് ദ കോറിയോലിസ് വോയിസ്, ദെൻ ദ ഡിഫറൻസ് ഓഫ് ദ ഹീറ്റിംഗ്. ഇത് 3 എന്തിനേയും സ്വാധീനിക്കുന്നുണ്ട്? ഈ കാറ്റിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അതിവിടെ നമുക്ക് മുഴുവനൊന്നും ഈ ചാപ്റ്റർ തീർക്കാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടും തോന്നുന്നില്ല. നമുക്ക് എന്തായിരുന്നാലും ഈ മൺസൂണെങ്കിലും ഒന്ന് തീർത്ത് കളയാം. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് മൺസൂണിന്റെ കാരണം? ഞാൻ പറഞ്ഞു വർഷത്തിൽ 2 തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും വീശുന്നതാണ് മൺസൂൺ എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? ഇവിടെ നിങ്ങളെ ശ്രദ്ധിക്കുക. എന്താണ്? Sun's rays fall vertically to the north of the equator during the certain months due to the tilt of the earth's axis. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഥവാ സീസണുകൾ മാറി വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? ഭൂമിയുടെ ഈ ചെരിവാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ ചെരിവ് കാരണം ഭൂമധ്യ രേഖയില് സൺറൈസ് പതിക്കുന്നത് ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ ഭൂമധ്യരേഖക്ക് കുറച്ച് വടക്കോട്ട് മാറും. ശ്രദ്ധിക്കാം, ഭൂമധ്യരേഖയിലാണ് ഭൂമധ്യരേഖയിലാണ് സൺറൈസ് നേരിട്ട് പതിക്കേണ്ടത്. അങ്ങനെ അതുകൊണ്ടാണ് ഭൂമധ്യരേഖ നമ്മൾ ലോ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പക്ഷെ നമ്മൾ ആ ബെൽറ്റ് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു,
ചില സമയത്ത് പ്രഷർ ബെൽറ്റുകൾ കുറച്ച് വടക്കോട്ട് നീങ്ങും, ചിലപ്പോൾ കുറച്ച് തെക്കോട്ട് നീങ്ങും, അഥവാ നോർത്തിലേക്കും വരും സൗത്തിലേക്കും. അതിന്റെ കാരണം എന്തായിരുന്നു? സൂര്യന്റെ അപ്പാരൻസ് മൂവ്മെന്റ്സ് ആണ്. അഥവാ സൂര്യന്റെ അപ്പാരൻസ് മൂവ്മെന്റ്സ് വരുന്ന സമയത്ത് ഈ പ്രഷർ ബെൽറ്റുകൾ എന്ത് ചെയ്യും? കുറച്ച് വടക്കോട്ട് നീങ്ങും. എന്ന് പറയുമ്പോ ഈ സൂര്യരശ്മികൾ എങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പതിക്കുന്നു എന്നാണ് അതിന്റെ കാരണം. അഥവാ നമ്മുടെ ഇക്വറ്റോറിയയിൽ നിന്ന് കുറച്ചും കൂടി നോർത്തിലേക്ക് സൂര്യരശ്മികൾ നേരിട്ട് പതിക്കും. അപ്പൊ കുറച്ച് വടക്കോട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ പ്രഷർ ബെൽറ്റുകളൊക്കെ അങ്ങോട്ട് കുറച്ച് മൂവ് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ പ്രഷർ ബെൽറ്റുകൾ കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ശ്രദ്ധിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? In the pressure belt also shifts slightly northwards in the accordance with this. The southeast trade winds also cross the equatorial and move towards the north as the intertropical convergence zone. അപ്പൊ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുക ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോണിൽ നിർത്തി കൂട്ടിമുട്ടുന്ന നമ്മുടെ ട്രേഡ് വിൻഡുകൾ നേരത്തെ പഠിച്ചു ഓർത്ത് നോക്കുക. ട്രേഡ് വിൻഡുകൾ, ഈ ട്രേഡ് വിൻഡുകൾ ഇവിടെ വെച്ചിട്ട് കൂട്ടിമുട്ടുകയാണ്. ഇവിടെ ഇതിന്റെ സെന്ററിൽ വെച്ചിട്ടാണ് ഇത് കൂട്ടിമുട്ടൽ നടക്കുന്നത് സത്യത്തിൽ. പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യുന്നു? പ്രഷർ ബെൽറ്റ് കുറച്ച് വടക്ക് നോർത്തിലേക്ക് പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നോർത്തിലേക്ക് പോകുമ്പോ ഈ ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ സ്വാഭാവികമായിട്ടും കുറച്ച് ഇങ്ങോട്ട് മാറും. അപ്പൊ ഈ വിൻഡുകൾ കൂട്ടിമുട്ടുന്നത് എങ്ങോട്ടായി മാറും? കുറച്ചും കൂടി ഇപ്പുറത്ത് വെച്ചായിരിക്കും കൂട്ടിമുട്ടുന്നത്. ശ്രദ്ധിക്കാം. അപ്പൊ കുറച്ച് ഇപ്പുറത്തേക്ക് കൂട്ടിമുട്ടുന്നു, അഥവാ കൺവെർജന്റ് സോണ് കുറച്ച് വടക്കോട്ട് മാറും. അപ്പൊ സത്യത്തിൽ ഇവിടെയാണ് കൺവെർജന്റ് സോൺ കിടക്കുന്നത്. അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. അഥവാ the trade winds cross equator, they get deflected and are transformed into southwest monsoon, southwest direction. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങോട്ട് നടക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ഈ നമ്മുടെ തേർഡ് വിൻഡിന് എന്താ സംഭവിക്കുക? ഇത് ഇങ്ങനെ ഡയറക്ഷൻ ഇങ്ങോട്ട് ആയതിന്റെ കാരണം എന്തായിരുന്നു? ഇത് സൗത്തേൺ ഹെമിസ്ഫിയറിലായത് കൊണ്ടായിരുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഇതിന്റെ ഡയറക്ഷൻ നേരെ മാറും. അഥവാ ഇവിടെ സഞ്ചാര ദിശ ഇങ്ങോട്ടായതുകൊണ്ട് സഞ്ചാര ദിശയുടെ ഇടത്തോട്ട് എന്നുള്ളത് എങ്ങോട്ടായി മാറും? റൈറ്റിലേക്ക് മാറും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ കാറ്റിന്റെ ഒരു ദിശ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് മാറി വരും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടാ? ഇന്റർ കൺവെർജന്റ് സോൺ, എളുപ്പത്തിൽ പറഞ്ഞാൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജന്റ് സോണ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഈ വിൻഡിന്റെ ട്വിസ്റ്റിങ്ങിന് മാറ്റം വരും. ബിക്കോസ് കോറിയോലിസ് വോയിസ് ഭൂമധ്യരേഖ മാറുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങള്. അഥവാ ഇക്വറ്റോറിയൽ എന്ന് പറയുന്ന സാധനം മാറുന്നില്ല, ഭൂമധ്യരേഖ ഇവിടെ തന്നെ കിടക്കുന്നത്. ഈ പ്രഷർ ബെൽറ്റുകൾ മാത്രമാണ് ചേഞ്ച് ചെയ്യുക. അല്ലാതെ ഭൂമധ്യരേഖ ഒന്നായിട്ട് അങ്ങോട്ട് പോകുന്നു കരുതരുത്. ഇക്വറ്റോറിയൽ അവിടെ തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ ഇക്വറ്റോറിയലിന്റെ നോർത്തേൺ സൈഡിലേക്ക് ഇത് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇതിന്റെ ഡയറക്ഷൻ മാറും. അപ്പൊ ഇത് എന്തായി മാറും? ഇത് സത്യത്തിൽ ഇതിന്റെ പേരെന്തായി മാറും? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന പേരിലേക്ക് ഇത് മാറുകയാണ്. ഇവിടെ സത്യത്തിൽ ഈ വന്നിരുന്ന ട്രേഡ് വിൻഡ് ഇവിടെ സൗത്ത് വെസ്റ്റ് എന്ന് പറയാൻ കാരണം ഇത് സൗത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആവുന്നത് കൊണ്ട് ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന പേരിലേക്ക് മാറും. അപ്പൊ ഇതാണ് എന്തറിയപ്പെടുന്നത്? ദിസ് ഈസ് നോൺ ആസ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇതിന്റെ പ്രധാന കാരണം എന്തെന്നെയാണ്? കോറിയോലിസ് വോയിസ് തന്നെയാണ്. കോറിയോലിസ് വോയിസ് മാത്രമല്ല, അപ്പാരൻസ് മൂവ്മെന്റ്സ് ഓഫ് ദ സൺ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പാരൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ ബെൽറ്റ് ഇങ്ങോട്ട് നീങ്ങുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന മൺസൂൺ രൂപം കൊള്ളുന്നത് ഇങ്ങനെയാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ഇത് ഇവിടത്തെ എന്താണ്? വേനൽക്കാലത്താണ് ഇത് സംഭവിച്ചത്.
ഇനി ഈ കാറ്റുകൾ ഇപ്പോ as a result of the formation of the high pressure zone over the Asian landmass and low pressure zones over the Indian Ocean during the winter. ഇനി വിന്റർ സീസൺ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉത്തരാർദ്ധഗോളത്തിലെ വൻകര, അവിടെ ശ്രദ്ധിക്കാം, പ്രധാനമായിട്ടും എന്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വൻകര പ്രദേശങ്ങൾ. ഗ്ലോബ് ഒന്നെടുത്ത് ശരിക്കും നോക്കട്ടാ, നമുക്ക് ഇപ്പൊ കൊണ്ടാൻ പോയ സമയങ്ങളായിരുന്നു. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വൻകര പ്രദേശങ്ങൾ. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലെ വൻകര പ്രദേശങ്ങൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ശൈത്യകാലമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ശൈത്യകാലമാകുമ്പോൾ അവിടെ ഹൈ പ്രഷർ ബെൽറ്റുകൾ രൂപം കൊള്ളും. ശൈത്യകാലമാകുമ്പോൾ എന്ത് ചെയ്യും? അന്തരീക്ഷ വായു തണുക്കും, ആ ഹൈ പ്രഷർ ബെൽറ്റ് പിന്നെ വായു താഴേക്ക് ഇറങ്ങുന്നു, അവിടെ അതിശൈത്യം അല്ലെങ്കിൽ ഹൈ പ്രഷർ രൂപം കൊള്ളുന്നു. അപ്പൊ ഈ എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഹൈ പ്രഷർ പിന്നെ രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ ഹൈ പ്രഷർ അനുഭവപ്പെടുന്ന ഈ സമയത്ത് നേരെ തിരിച്ച് ഇവിടെ നമ്മുടെ സൗത്തേൺ ഹെമിസ്ഫിയറിൽ അഥവാ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താണ് അറബിക്കടലൊക്കെ കിടക്കുന്ന ആ ഭാഗം, അവിടെ എന്തായിരിക്കും? അവിടെ ഈ സമയത്ത് ലോ പ്രഷർ രൂപം കൊള്ളുന്നു. The northern trade winds get strengthened. These are the Prasadika. As a result of the formation of the high pressure zone over the Asian land mass and low pressure zone over the Indian Ocean during winter. Winter season in Indian Ocean മുകളില് ലോ പ്രഷർ ബെൽറ്റ് വരുന്നു, ലോ പ്രഷർ അനുഭവപ്പെടുന്നു. അതേസമയത്ത് വൻകര ഏഷ്യൻ വൻകര പ്രദേശങ്ങളില് ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. അപ്പൊ ഈ ഹൈ പ്രഷർ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഹൈ പ്രഷർ മേഖലയിൽ നിന്ന് ലോ പ്രഷർ മേഖലയിലേക്ക് എന്ത് ചെയ്യും? ഈ കാറ്റുകള് തിരികെ ഇങ്ങോട്ട് വീശാൻ തുടങ്ങും. This low pressure zone over the Indian Ocean during the winter, the northeast trade wind get strengthened. അഥവാ ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, നമ്മൾ നേരത്തെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഉണ്ടല്ലോ, ആ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ശക്തമായിട്ട് വീശും. These are the നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്. ഇതാണ് എന്ത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന രൂപത്തില് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ തൊട്ടിപ്പുറത്തുള്ള ആ രണ്ട് ഫോട്ടോസ് ഒന്ന് ശ്രദ്ധിക്കാം. മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്, അവിടെ ഇന്ത്യൻ ഓഷനിൽ നിന്ന് ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ഒരു ഭാഗം കാണാം. അവിടെ നന്നായി ശ്രദ്ധിക്കുക. ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ ഓഷൻ, അതിന്റെ ഫ്ലോ ഏരിയ ശരിക്കും ശ്രദ്ധിക്കണം. പലപ്പോഴും പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ആ ഫ്ലോ ഏരിയ ശ്രദ്ധിക്കുക, പലപ്പോഴും പരീക്ഷകൾ ചോദിക്കാറുണ്ട് അടയാളപ്പെടുത്താന്. അപ്പൊ അവിടെ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം അവിടെ എന്താണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്നാണ് പേര്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുണ്ട്. ഇവിടെ അറബിക്കടലിൽ വീശും, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ വീശും, അങ്ങനെ നമ്മുടെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും തീരങ്ങളിൽ വീശും. ഏകദേശം നമ്മുടെ എന്താണ് പിന്നെ ഇന്ത്യൻ കോണ്ടിനെന്റിന്റെ ഏകദേശം സൗത്തേൺ പാർട്ടിൽ മൊത്തം വീശും. ഈ സാധനം, ഈ കാറ്റിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന മഴയാണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞു പോയ നമ്മുടെ ഇടവപ്പാതി എന്ന് പറയുന്ന നമ്മുടെ മഴ. ഇനി നമ്മുടെ വർഷകാലത്തിന്റെ എൻഡിൽ വരുന്ന സീസൺ ഈ ശ്രദ്ധിക്കുക, ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആണ്. ഈ പോയ വിൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇങ്ങോട്ട് വീശിയതാണ്. ഇനി ഇതേപോലെ തന്നെ ഇതെന്ത് സംഭവിക്കുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ മർദ്ദവും ഇവിടെ ന്യൂനമർദ്ദവും വരുമ്പോ ഇത് തിരിച്ചിട്ട് അവിടുന്ന് നേരത്തെ ഇങ്ങോട്ട് വന്നിരുന്ന നമ്മുടെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഉണ്ടല്ലോ, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വീശുന്ന നമ്മുടെ ട്രേഡ് വിൻഡ്, അത് കുറച്ചും കൂടി ശക്തിയിൽ എന്ത് ചെയ്യും? കുറച്ചും കൂടി ശക്തിയിൽ ഇങ്ങോട്ട് ആഞ്ഞു വീശും. കാരണം ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും, അപ്പോൾ ഇവിടെ ലോ പ്രഷർ ആയിരിക്കും. അങ്ങനെ ഇത് ശരിക്കും മൺസൂണിന്റെ തിരിച്ചുപോക്ക് എന്നാണ് സാധാരണ നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത്. ഇതിനെ നമ്മൾ പറയാം തുലാവർഷം. തുലാവർഷം എന്നറിയില്ലേ? തുലാമാസത്തിന് നമുക്കൊരു മഴക്കലില്ല. നേരെ ഇങ്ങോട്ട് റിവേഴ്സ് ആക്കാൻ തൊട്ട് താഴെ ശ്രദ്ധിക്കുക. നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ്, അതിന്റെ ഡയറക്ഷൻ നോക്കിയാ ഇവിടുന്ന് അങ്ങോട്ട് പോയ അതേ വിൻഡ് ഇന്ത്യയുടെ തെക്കൻ ചെരുവുകളിൽ, തെക്കൻ സമതലങ്ങളിലൊക്കെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് അനുഭവപ്പെടും. അഥവാ കാരണം എന്താണ്? ഈ ഓഷ്യൻ മേഖലയിൽ ലോ പ്രഷർ ആണ് ആ സമയത്ത്, അതുപോലെ തന്നെ വൻകര ലാൻഡ് ഏരിയയിൽ ഹൈ പ്രഷർ ആയിരിക്കും. അതാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സംബന്ധം മനസ്സിലായി? ഇത് സത്യത്തിൽ
സത്യത്തിൽ ഇവിടെ വീശുന്ന മറ്റേ കാറ്റുകൾ തന്നെയാണ് ഈ കാലത്ത് ഇതിന് ചെറിയ ഡയറക്ഷൻ മാറ്റം സംഭവിക്കുമ്പോൾ അതിന്റെ പേര് മാറുന്നതാണ്. അപ്പൊ നമ്മുടെ എന്താണ് നോർത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന കാറ്റുകൾ ഈ രണ്ട് കാറ്റുകളാണ്. ഓക്കെ, അപ്പൊ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ടൈം നമ്മൾ ആ ഇടയിലെ സമയം പോയാലും കൂടെ ആയിട്ട് കുറച്ച് അധികമായിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അഥവാ പുസ്തകത്തിലുള്ള ചിത്രം ഫോട്ടോസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഏതായാലും വിൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അത്ര ഫാസ്റ്റ് ആയിട്ട് അടിച്ചുവിടാൻ പറ്റാത്തത് കൊണ്ടാണ് സ്ലോ ആകുന്നത്. ഓക്കെ, സാറിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം. അപ്പൊ നമ്മള് പ്ലാനറ്ററി വിൻസില് ഏതൊക്കെയാ? ഹേഡ് വിൻസ്, വെസ്റ്റർലീസ്, പോളാർ ഈസ്റ്റർലീസ് 3 ദെൻ പിന്നെ പീരിയഡിക് വിൻസില് മൺസൂൺ വിൻസുകളാണ് പറഞ്ഞത്. പീരിയഡിക് വിൻസിൽ തന്നെ ഇനി നമുക്ക് 2 പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ വിൻസ് വേറെ പറയാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏതാണ് നമുക്ക് പറയാനുണ്ട്. ഇനി അത് ഏതായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.